ഹലോ കൂട്ടുകാരെ, നായിന്റെയും സിംഹത്തിന്റെയും ഇടയിലുണ്ടായ യുദ്ധത്തിനെ പറ്റിയും നടു റോട്ടിൽ വെച്ച് മാന്ത്രികം ചെയ്ത ഒരു പെണ്ണിനെ പറ്റിയും ദുൽഖറിനെ പോലെ പൈസ തട്ടിമാറ്റാൻ നോക്കിയ ഒരു കള്ളക്കൂട്ടത്തിനെ പറ്റിയും അവരെങ്ങനെ പോലീസിന്റെ അടുക്കൽ കുടുങ്ങിയെന്നത് പറ്റിയും അതുപോലത്തെ നിറയെ ഇൻട്രസ്റ്റിംഗ് ആയ കാർട്ടൂൺ ക്യാമറ വീഡിയോസിനെ പറ്റി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നു. സോ വീഡിയോവിനെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിംഗ് വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. പക്ഷെ അതിനു മുമ്പായി നമ്മളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മളുടെ ഇന്ത്യയുടെ അടുത്തുള്ള പാകിസ്ഥാനിലെ ഒരു ബില്യണർ പല ലക്ഷങ്ങൾ മുടക്കി കറാച്ചിയിലെ ഡ്രീം ബസാർ എന്നൊരു മാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ കൂടുതലായ ഡിസ്കൗണ്ട് ഉള്ള സ്പെഷ്യൽ ഓഫേഴ്സും അറിയിച്ചിരുന്നു. പക്ഷേ ആ ഓഫേഴ്സ് ആണ് അയാളെ ഒന്നുമില്ലാതെ ആക്കിയത്. എങ്ങനെയെന്ന് വെച്ചാൽ മുഴുവനും ഓഫറിൽ കൊടുക്കുന്നു എന്നത് അറിഞ്ഞതും അവിടെ കൂടിയ ക്രൗഡിനെ മാത്രം ഒന്ന് കണ്ടു നോക്കൂ. ഈ ഓഫറിനെ കൊണ്ട് ആ സ്ഥലം മുഴുവനും ഒരു യുദ്ധഭൂമിയെ പോൽ മാറി. ഷൂ, ഡ്രസ് ഉൾപ്പെട്ട മുഴുവൻ സാധനങ്ങളെയും ജനങ്ങൾ എടുത്തുകൊണ്ടുപോയി കട മുഴുവനും നശിപ്പിച്ചു. ഈ നായ് തന്റെ ഓണറോട് ഫോണിൽ കളിച്ചത് മതി, എന്റെ കൂടെയും കുറച്ചു നേരം കളിക്കുമെന്ന് പറഞ്ഞതിന് അയാൾ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ആ നായ് ഓണറിന് കൊടുത്ത പണിഷ്മെന്റ് ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു ക്രൈം സീൻ നമ്മളെ പെട്ടെന്ന് ഒരു എമോഷണൽ സീനിലേക്ക് കൊണ്ടുപോകും. ജയ്പൂരിലെ 11 മാസ കുട്ടിയെ ധനുഷ് ചാഹർ എന്ന ഈ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. ഈ ഒരു കേസ് ഭയങ്കര സീരിയസ് ആയതുകൊണ്ട് പോലീസ് ഇയാളെ 14 മാസത്തിന് ശേഷം കണ്ടുപിടിച്ചു. പക്ഷെ അയാളെ വിട്ടുപിരിയാൻ മനസ്സില്ലാതെ ആ കുട്ടി വല്ലാതെ കരഞ്ഞത് കണ്ട് ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് അയാളും കരഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും എമോഷനിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു സ്ത്രീനെ നോക്കൂ, അവൾ ഒരു പാമ്പിനെ തന്നെ ഒരു കയറിനെ പോലെ എങ്ങനെ കയ്യിലെടുത്ത് നടക്കുന്നു എന്ന്. ആ വീഡിയോ വൈറൽ ആയതുകൊണ്ട് ഇപ്പോ ആ സുന്ദരിയായ കുട്ടിയുടെ ID 1.9 മില്യൺ ഫോളോവേഴ്സിനെ താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. 2024 ആഗസ്റ്റിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഗിർ നാഷണൽ പാർക്കിൽ നിന്നും തപ്പിച്ചു വന്ന 2 സിംഹങ്ങൾ CCTVയിൽ കുടുങ്ങിയിരുന്നു. അത് അവിടെ നിന്ന് എന്താണ് കാട്ടിക്കൂട്ടിയതെന്ന് കണ്ടു നോക്കൂ. ചൈനയിലെ ഷോപ്പിംഗിനായി പോയ പെണ്ണ് അവളുടെ പുറകിലുണ്ടായിരുന്ന ട്രക്ക് ഡ്രൈവറെ ഇല്ലാതെ മൂവ് ആകുന്നത് കണ്ട് കുറച്ചുപോലും ഭയമില്ലാതെ ആ ട്രക്കിന്റെ ഉള്ളിൽ കയറി ആ ട്രക്കിനെ നിർത്തി. 2024 അനുജ് എന്ന പയ്യൻ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവനെ കടത്തി 20 ലക്ഷം രൂപയെ കിഡ്നാപ്പേഴ്സ് ഡിമാൻഡായി ചോദിച്ചു. പക്ഷേ ഹിമാചൽ പോലീസ് അത് കേട്ട് അത് ആരാ, എന്താ, അവരെവിടെയാ ഉള്ളത് എന്ന മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ആ കിഡ്നാപ്പേഴ്സ് ആരാ എന്നതുള്ളതും കണ്ടുപിടിച്ചു. നേരെ കിഡ്നാപ്പേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോയി അനുജിനെ തേടി നോക്കിയപ്പോൾ അവൻ അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടു നോക്കൂ. जयपुर पुलिस, हेलो, जयपुर पुलिस, जयपुर पुलिस, अरे आ जाओ ना, आपके लिए आए हम. ഇതെന്നെ പ്രമാദാ, ഇതിവിടെ പെസലൈറ്റ് ഒന്ന് ഇരിക്കേ കൂവടാ. അമീന എന്നറിയപ്പെടുന്ന ഈ ഒരു ചെസ് പ്ലെയർ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് കുറച്ചു നേരം മുമ്പ് തന്നെ ആ കോമ്പറ്റീഷൻ നടക്കുന്ന റൂമിന്റെ ഉള്ളിലേക്ക് പോയി അവളുടെ ഓപ്പണന്റിന്റെ കോയിൻ മുഴുവനും മെർക്കുറി പൂശി അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. മാച്ച് സ്റ്റാർട്ടായ കുറച്ച് സമയം കൊണ്ട് അവളുടെ ഓപ്പണന്റ് കോയിഞ്ഞ് വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇതിനെ കൊണ്ട് CCTV ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇവൾ ചെയ്ത ഈ വിഷയം അറിഞ്ഞതും അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കും കൊണ്ടുപോയി. ചൈനയിലുണ്ടായ ഒരു പവർഫുൾ ആയ ചുഴലിക്കാറ്റിനെ കൊണ്ട് ഒരാൾ ഒരു ഷെഡ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ സേഫ് ആയി നിൽക്കുമായിരുന്നു. പക്ഷെ അയാളുടെ ഓട്ടോയിനെ അയാൾ സേഫ്റ്റി ചെയ്യാൻ മറന്നു. ശരി, ഓട്ടോയിനെ രക്ഷിച്ച് ഷെഡിന്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച അയാൾക്ക് അവിടെ നടന്ന ആ വിഷയം ഒന്ന് കണ്ടു നോക്കൂ. മാന്ത്രികം എന്ന് പറയുന്നത് ഒരു മുറിയിൽ വെച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു ലേഡി ഒരു പോപ്പുലർ ആയ സിറ്റിയുടെ സെന്ററിൽ വെച്ച് നടു റോട്ടിലിരുന്ന് മാന്ത്രികത്തിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ച് അതിനെ ചുറ്റി ഡാൻസ് കളിക്കുകയും ചെയ്തു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന മക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് വന്ന് നോക്കിയതിന് ശേഷമാണ് അറിഞ്ഞത് ആ സ്ത്രീ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന്. ഇതുപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയ നിറയെ വീഡിയോസിനെ പാർട്ട് 2 കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്നാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് നമ്മളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.